SNDP യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കണിച്ചുകുളങ്ങരയിൽ സംഘടിപ്പിച്ച ഹോമ മന്ത്ര മഹായജ്ഞം ഭക്തിസാന്ദ്രമായി. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മൈതാനിയിൽ സജ്ജമാക്കിയത് 5000-ഓളം ഹോമകുണ്ടങ്ങൾ. SNDP നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ട് പിന്നിട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഇതോടൊപ്പം ആദരവും നൽകി. SNDP യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹോമമന്ത്ര മഹായജ്ഞം ഭക്തിസാന്ദ്രം ശനിയാഴ്ച വൈകിട്ട് 4 മുതൽ കണിച്ചുകുളങ്ങരയിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സ്ത്രീകൾ കാർമ്മികത്വം വഹിക്കുന്ന ഹോമത്തിന് 5000 ഹോമകുണ്ടങ്ങളാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയിരുന്നത്. രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വനിതകൾ ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്തു. മാനവരാശിയുടെ ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിയെ ലക്ഷ്യമിട്ടാണ് ഹോമമന്ത്രം ശ്രീനാരായണ ഗുരു രചിച്ചത്. ജീവിതത്തിൽ ശ്രേയസ്സും പ്രേയസ്സും പ്രദാനം ചെയ്യാൻ കഴിയുന്ന മന്ത്രം ഓരോ ഹൃദയങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മഹായജ്ഞം സംഘടിപ്പിച്ചത്. കർണാടക ശ്രീ കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിലെ പൂജാരിണിമാരുടെ സാന്നിധ്യത്തിലാണ് ഹോമമന്ത്രയജ്ഞം സംഘടിപ്പിച്ചത്. SNDP യോഗം നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുകയും കണിച്ചുകുളങ്ങര ദേവസ്വം ഭരണസാരഥ്യത്തിൽ 62 വർഷം പിന്നിടുകയും ചെയ്യുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിൽ ആദരിച്ചു. സാർത്ഥകം എന്ന പേരിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വനിതാ സംഘം പ്രസിഡന്റ് KP കൃഷ്ണകുമാരി, സെക്രട്ടറി സംഗീത വിശ്വനാഥൻ, വൈസ് പ്രസിഡന്റ് ES ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി.